അമ്മയ്ക്കെന്തിന് അങ്കലാപ്പ് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജസേനൻ, നിർമ്മാതാക്കളുടെ സംഘടന, അതുപോലെ തന്നെ ഫെഫ്ക രണ്ടുപേരും അതിദ്രുതം തീരുമാനമെടുത്തു. ദിലീപിനെ പുറത്താക്കുന്നു. അമ്മയ്ക്ക് എന്താണ് ഇത്ര വലിയ അങ്കലാപ്പ്? അമ്മയാണ് ഈ കാര്യത്തിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത്, ഏറ്റവും മാതൃകാപരമായ നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നത്, അങ്ങനെ ഇതുവരെയുള്ള കളങ്കങ്ങൾ കഴുകിക്കളയേണ്ടിയിരുന്നത്. അദൃശ്യനായി ദിലീപ് ഇപ്പോഴും ചരട് വലിക്കുന്നുണ്ടോ അമ്മയിൽ? അമ്മയുടെ അങ്കലാപ്പ് എന്താണെന്നുള്ളത്, അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നടന്ന പത്രസമ്മേളനത്തിൽ ഗണേഷ് കുമാറിൻ്റെയും ദേവൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും മുകേഷിൻ്റെയും പ്രതികരണം കണ്ടാൽ തന്നെ മനസ്സിലാവും അമ്മയുടെ അങ്കലാപ്പ് എന്താണെന്നുള്ളത്. ഇന്നെല്ലാവരും വഴിക്ക് വന്നിട്ടുണ്ട്. അതെ, അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇവർ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളെ പേടിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ വന്നതും പത്രങ്ങളിലേക്ക് വന്ന് പ്രതികരിച്ചതൊക്കെ. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് ദിലീപിൻ്റെ പല സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയും ദിലീപിനെതിരായിട്ട് ഭയങ്കരമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ നടന്മാർക്ക് ഒരു ബോധോദയം ഉണ്ടായി. ഇനിയെങ്കിലും നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വരണം. പക്ഷേ ശ്രീ രാജസേനൻ, ഇന്ന് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂട്ടിയുടെ പനമ്പള്ളിനാറിലെ വസതിയിലേക്ക് ഈ അടിയന്തര എക്സിക്യൂട്ടീവ്, അവൈലബിൾ എക്സിക്യൂട്ടീവിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയും, അതും കൂടെ ഉൾക്കൊള്ളുന്നൊരു തീരുമാനമാണ് വരുന്നത് എങ്കിൽ ആ സംഘടനയുടെ തീരുമാനമാണ് എൻ്റെയും തീരുമാനം. അല്ല എങ്കിൽ തിരിച്ചു വന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും. ഇത്തരം ചില സൂചനകൾ മാധ്യമങ്ങളിലൂടെ ആർക്കാണ് ഇവർ നൽകുന്നത്? ആസഫ് അലി പറയുകയാണ് ദിലീപിനെ പുറത്താക്കണം, അത് തന്നെ ഞാൻ ആവശ്യപ്പെടും. എന്തുകൊണ്ട് ഒരു പുതുതലമുറ വേണ്ടി വരുന്നു? ഇത്ര കുഴപ്പം പിടിച്ചൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചയാൾ നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിട്ടും നടപടിയിലേക്ക് പോകാത്തത് എന്ന് പറഞ്ഞാൽ, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ദിലീപിനെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാൽ അമ്മയുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്ന ഒരാളാണ് പൃഥ്വിരാജും. ഇതിൻ്റെ ഭാഗമാണല്ലോ. പൃഥ്വിരാജിന് ചിന്തിക്കാൻ കഴിയുന്നതും മമ്മൂട്ടിക്ക് ചിന്തിക്കാൻ കഴിയാത്തതും എന്തുകൊണ്ട്? അല്ല, പൃഥ്വിരാജ് കുറച്ചുകൂടി ലിബറലായിട്ട് ചിന്തിക്കുന്നു. മമ്മൂട്ടി വളരെ എന്താ പറയുക, ആ പഴയ മെത്തേഡിൽ തന്നെ നിന്നുകൊണ്ട് ദിലീപിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് തന്നെയാണ് ഇവരെല്ലാം ആലോചിച്ചത്. അതാണ് നമ്മൾ അന്നത്തെ പത്രസമ്മേളനത്തിൽ കണ്ടത്. ഞാൻ ഒരു കാര്യം ഡയറക്റ്റായിട്ട് ചോദിച്ചോട്ടെ. പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ ഏത് കാര്യത്തിലായാലും, ഒരുപക്ഷെ പ്രൊഫഷണലായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമാകാം, ഒരു താല്പര്യ സംഘടന ദിലീപുമായുണ്ട്. മമ്മൂട്ടിക്കില്ല എന്നാണോ? മമ്മൂട്ടിക്ക് എത്രമാത്രം ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ ആ പത്രസമ്മേളനത്തിൽ കണ്ടതാണ്. മമ്മൂട്ടി മോഹൻലാൽ ഇരുന്നൊരു ഇരിപ്പുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ഈ ഗണേശനെയോ അല്ലെങ്കിൽ ദേവനെയോ മുകേഷിനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഈ മമ്മൂട്ടി മോഹൻലാലും സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഇത് വഷളാവത്തില്ലായിരുന്നു. അറസ്റ്റോ കാര്യങ്ങളൊക്കെ നടന്നേക്കാം, അത് അന്വേഷണത്തിൻ്റെ വേറെ ഭാഗമാണ്. പക്ഷേ വളരെ ശക്തമായ രീതിയിൽ ദിലീപിനെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നമ്മുടെ. അങ്ങനെയെങ്കിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നത്തെ ദൃശ്യങ്ങൾ എന്താണ്? ഈ പുതുതലമുറക്കാർ ഇത്ര ഉറച്ച ശബ്ദത്തോടെയും പതറാത്ത കാൽവയ്പോടെയും ഈ താരാധിപന്മാരോട് പോയി നിർബന്ധപൂർവ്വം പറയേണ്ടി വന്നോ ഇയാളെ പുറത്താക്കണം, ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വെച്ചു പൊറപ്പിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്? അല്ല, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ശ്രീ ഗണേഷ് കുമാർ പരസ്യമായി പറഞ്ഞു, ഇവർ രണ്ടുപേരും അമ്മയുടെ മക്കളാണ്, രണ്ടുപേരെയും ഞങ്ങൾ ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവർ രണ്ടുപേരും അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ ഒരാൾ സ്ത്രീയും ഒരാൾ പുരുഷനുമാണ്. അപ്പോൾ ഒരാൾ മകളും ഒരാൾ മകനുമാണ്. മകൻ കയറി മാനഭംഗപ്പെടുത്തിയാൽ ഈ രണ്ടുപേരെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഒരു മകനെന്ന് പറയുമ്പോൾ പെങ്ങളായിട്ട് വരാം, പെങ്ങളും ആങ്ങളെയും രണ്ടും മക്കളാണല്ലോ. അപ്പോൾ സഹോദരൻ മാനഭംഗപ്പെടുത്തിയാൽ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഏത് രാജ്യത്തെ എന്ത് നീതിയാ? അന്ന് ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞത്, ഈ മലയാള സിനിമയിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ അരമന രഹസ്യമായി സൂക്ഷിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങാടിപ്പാട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കേസ് ഉണ്ടായത്, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ, ഇതെല്ലാവർക്കും അറിയാം. എവരിബഡി, ഒരാളില്ലാതെ എല്ലാവർക്കും മലയാളത്തിൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേസ് പൾസർ സുനിയിൽ ആരംഭിച്ച് പൾസർ സുനിയിൽ അവസാനിക്കും. അന്നൊക്കെ വേണു ചോദിച്ചല്ലോ, അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്, പിന്നെ എങ്ങനെ ഇതിങ്ങനെ അവസാനിക്കുന്നത്? നമുക്കറിയാം ഇതിനകത്ത് ഹൈ ലെവൽ സമ്മർദ്ദം ആദ്യം തൊട്ടുണ്ട്. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതും തൊട്ട്
ഈ കേസ് മുകളിലോട്ട് പോകാതിരിക്കാൻ, ഇതിൻ്റെ കോൺസ്പിറസിയിലേക്ക് പോകാതിരിക്കാൻ, കൊട്ടേഷനിലേക്ക് പോകാതിരിക്കാൻ വളരെ ജാഗരൂകമായ ഒരു ടീം പ്രവർത്തിച്ചു. ആ ടീം വളരെ ശക്തമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിന്യൂ ചെയ്തു പോകും. ചിലപ്പോൾ നേരം പുലരും, ചിലപ്പോൾ ഉച്ചയാകും. പക്ഷേ രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്നൊരു കാൾ വന്നു. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ തുടർന്ന് നിർണായകമായ തെളിവുകളിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞത് ഈ ആലുവ ക്ലബ്ബിലെ 1-ാം റൗണ്ട് ചോദ്യം ചെയ്യലിന് ശേഷമല്ലേ? അതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം പ്രതിയെ പിടികിട്ടി എന്ന് മാത്രമല്ല, പ്രതി ആളെ തിരിച്ചറിഞ്ഞല്ലോ. ഈ എര എന്ന് പറയുന്ന വ്യക്തി ആളെ തിരിച്ചറിഞ്ഞോ. പ്രതി പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, എനിക്കൊരു കൊട്ടേഷൻ കിട്ടി, അത് പ്രാവർത്തികമാക്കാൻ എന്നോട് സഹകരിക്കണം, മാത്രമല്ല ഇതിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് എനിക്ക് കൊട്ടേഷൻ തന്ന ആളെ ഏൽപ്പിക്കണമെന്നാണ് കരാറ്, അതുകൊണ്ട് എന്നോട് സഹകരിക്കണം. അപ്പോൾ കൊട്ടേഷൻ വളരെ ക്ലിയറാണ്. പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് വളരെ ക്ലിയറാണ്. അപ്പോൾ പണം കൊടുക്കാമെന്നൊരാൾ പറഞ്ഞു. അപ്പോൾ കോൺസ്പിറസിയും കൊട്ടേഷനും ഇതിനകത്തുണ്ടെന്നുള്ളത് പ്രതി പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്ത സമയം തന്നെ പറഞ്ഞു. പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനകത്ത് കോൺസ്പിറസി ഇല്ല, കൊട്ടേഷൻ ഇല്ല. ഇത് പൾസർ സുനിയിലെ ഭാവനയിൽ ഉദിച്ചു വന്നൊരാശയമാണ്. കേരള പോലീസ് ഒരിക്കലും മുഖ്യമന്ത്രിയെ ഫീഡ് ചെയ്യാൻ സാധ്യതയില്ലത്. എങ്ങനെയാ സാധ്യത? കാരണം അവർ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിലെ പോലീസ് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ആരാ കൊടുത്തത്? അപ്പോൾ ആ ഫീഡ്ബാക്ക് മുഖ്യമന്ത്രി സ്വയം നടത്തിയതാ. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? അതാണ് പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കാണുന്നത്. നമ്മളോട് ഒരു കാര്യം കൂടെ പറയാം. വേണു ചോദിച്ച ചോദ്യത്തിന് ഇവിടെ എന്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി? ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ എല്ലാവരും കൂടെ സംഘടിക്കും. ഇപ്പൊ മലയാള സിനിമയിൽ ഇന്നലെ വരെ ആവനാഴിയിൽ അവസാനത്തെ ആയുധം എടുത്ത് ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്ന ആളുകളാണ് ഇന്ന് 10 മടങ്ങ് വാശിയിൽ അയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെ അവസരവാദ നയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇന്നലെ വരെ അവരെന്തായിരുന്നു? ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ലിബർട്ടി ബഷീർ, ഈ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അതിശക്തമായി ദിലീപിനെതിരെ പ്രതികരണവുമായി ഈ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെ കാണാൻ കഴിയുന്നില്ല. നിർമ്മാതാക്കളുടെ സംഘടന, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടന, അവർ രണ്ടുപേരും തീരുമാനമെടുത്തതിന് ശേഷം മാത്രമാണ് അമ്മയുടെ തീരുമാനമുണ്ടായത്. അതിൽ തന്നെ പങ്കെടുക്കാൻ പോകുന്നവർ വളരെ പരുഷമായി അവരുടെ നിലപാട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതിന് ശേഷം അതൊരു പിളർപ്പിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഇനിയും ദിലീപിനെ അനുനയത്തോടെയുള്ളൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അവർ കൂടുതൽ പ്രതിരോധത്തിലാകും എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ കൊണ്ടാണോ അമ്മയുടെ ഈ തീരുമാനമുണ്ടായത്? നിവൃത്തികെട്ട് എടുത്ത തീരുമാനമാണോ ഇത്, അതോ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലോ? വേണു 2-3 കാര്യം ആദ്യമായിട്ട് ഞാൻ വേണുവിനെ അഭിനന്ദിക്കുന്നത്. കാരണം വേണു കൊടുത്ത ഒരു അഫയർ ഉണ്ടല്ലോ, അത് മലയാള സിനിമക്ക് വേണ്ടിയിട്ടും മലയാളത്തിലെ ചോദ്യത്തിന് മറുപടി. ഓക്കെ വേണു, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ ഇവിടെ 2 കാര്യമാണ്. ഇപ്പം ഇവിടെ പെപ്കയിൽ നിന്ന് ഇവരെ പുറത്താക്കി. രണ്ടാമത്തെ കാര്യം ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്താക്കി. അതൊരു വാർത്താ ചാനൽ കൊടുത്ത വാർത്ത മാത്രമേ ഉള്ളൂ 2 കൂട്ടർ പുറത്താക്കിയെന്നുള്ളത്. ഒരു എക്സിക്യൂട്ടീവ് കൂടി ഇല്ല, ഫെഫ്കയിൽ എക്സിക്യൂട്ടീവ് കൂടി ഇല്ല. ഇത് ഒരു നിങ്ങൾക്ക് വാർത്താ ചാനലുകൾക്ക് വാർത്ത എന്ന് പുറത്താക്കിയെന്നുള്ളത്. ഇവിടെ അമ്മ എന്ന സംഘടനയിൽ ന്യായമായിട്ടാണ് പോയത്. അവിടെ സംഘടന എക്സിക്യൂട്ടീവ് വിളിച്ച് ചർച്ച ചെയ്ത് പിന്നെ അവിടെ പൃഥ്വിരാജ് എന്ന വ്യക്തി അച്ഛൻ്റെ അത് തനി സ്വഭാവം അവൻ കാണിച്ചില്ല. അച്ഛനും ഇതേ സ്വഭാവം തന്നെ, ഒരു മാറ്റമില്ല. അച്ഛൻ ഇതേ വേണു ഓർമ്മ ഉണ്ടല്ലോ, പഴയ കാലത്ത് അച്ഛന് ഇതേ സംഘടനയിൽ എതിർത്ത വ്യക്തിയാണ്. അന്ന് മറുവശത്തിട്ടായ മമ്മൂട്ടിയാണ്. ആ സ്വഭാവത്തെ അതേ സ്വഭാവത്തോടെ തന്നെ അവരെ കയറിപ്പോയത്. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് അറിയാം, വളരെ കാലത്തിന് ശേഷമാണ് പൃഥ്വിരാജ് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പോകുന്നത്. അവിടെ എന്തെങ്കിലും നടക്കുമെന്നറിയാം. മുൻകൂട്ടി ജാമ്യം എടുക്കാൻ അവർ തീരുമാനം ആദ്യം എടുത്തതിന് ഇവിടെ പുറത്താക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ നേരെ തിരിച്ചടി ഉണ്ടാകാൻ. അപ്പം അവർ എടുത്ത ഇന്നത്തെ തീരുമാനം എക്സിക്യൂട്ടീവ് കൂടിയിട്ട് തീരുമാനം എടുത്ത് അവർ തീരുമാനം എടുക്കാണ്ട് നിവൃത്തിയിട്ട് അവിടെ പോകുന്ന ആൾക്കാരെല്ലാം 3 ആൾക്കാരെ നമ്മൾ ചാനലിൽ കണ്ടത്. ആസിഫ് അലി, പൃഥ്വിരാജ്, രമ്യ നമ്പീശൻ, ഇതെല്ലാം ഒരു മുൻകൂട്ടി തീരുമാനം എടുത്തിട്ട് അവിടെ പോയത്. അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഇന്ന് അമ്മയുടെ പിളർപ്പ് ഉണ്ടാവുന്നത് ഉറപ്പാണ്. ശ്രീ ബഷീർ, പക്ഷേ ഈ അമ്മ ഇന്നിപ്പോൾ അവസാനം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം മമ്മൂട്ടി തന്നെയാണ് വിശദീകരിച്ചതും. ഇതിൽ തൃപ്തിയുണ്ടോ? ഈ ദിലീപിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ അകലം പാലിക്കുകയാണ്. ഈ അകലം പാലിക്കൽ മാത്രം കൊണ്ട്
പ്രശ്നപരിഹാരമാകുമോ? കാരണം ദിലീപ് എന്നതൊരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല. ദിലീപ് എന്നത് ഇവരെല്ലാം പങ്കാളിത്തമുള്ള ഒരു സംവിധാനം സൃഷ്ടിച്ച ഒന്നാണ്. അയാളെ മാത്രമായി ഒഴിവാക്കി നിർത്തിയാൽ ഉടനെ ഇതിലെ തെറ്റായ പ്രവണതകളെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? ആദ്യഘട്ടത്തിൽ അങ്ങനെ തോന്നാം. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പ്രതികരണത്തിലായാലും ആസിഫ് അലിയുടെ പ്രതികരണത്തിലായാലും രമ്യ നമ്പീശൻ്റെ പ്രതികരണത്തിലായാലും ഒക്കെ അങ്ങനെ തോന്നാം. പക്ഷേ അത് അവിടെ അവസാനിക്കില്ല. ഇപ്പോൾ ദിലീപ് മാത്രമാണോ ഈ സിനിമാ വ്യവസായത്തെ ഈ രൂപത്തിൽ താരാധിപത്യത്തിലേക്ക് ചുരുക്കിയത്? ദിലീപ് മാത്രമാണോ ഇങ്ങനെ അവനവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമേ ബാക്കിയുള്ളവരെല്ലാം പ്രവർത്തിക്കാവൂ എന്ന ഒരു അലിഖിത നിയമം അമ്മയിലൂടെ നടപ്പാക്കിയത്? അല്ലല്ലോ. ഇവിടെ വേണു ഒരു കാര്യം ചോദിക്കട്ടെ. വേണു, കഴിഞ്ഞ 4 മാസം മുമ്പേ ഇവിടെ ചർച്ചയ്ക്ക് വന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആൾക്കാർ എവിടുത്തെ ഇന്ന് വരെ ഇത്രയും വേണു കഴിഞ്ഞ 2-2.5 മാസമായി എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ചർച്ച ചെയ്തു? സജീദ് അന്ത്യാത്തിൻ്റെ വൃത്തികെട്ടം വന്നിട്ട് വല്ലതും സംസാരിക്കാനുണ്ട്? ഒഫീഷ്യലായിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ വന്നോ? ഇവിടെ 4 പ്രധാനപ്പെട്ട അംഗങ്ങളെ ഫെഫ്കയിലും അമ്മയിലും അംഗമായ 4 ആളെ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പ്രതികരിക്കാൻ വന്നോ? അപ്പൊ ഇവിടെ ഒരു ദിലീപ് പോയതുകൊണ്ടൊന്നും ഇവിടെ പ്രശ്നം തീർന്നില്ല. ഈ അഴുക്കുകാൽ മാറണമെങ്കിൽ മൊത്തം ഒരു അഴിച്ചുപൊഴി നടക്കണം. നമ്മളെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരാ അവിടെ കെട്ടാൻ വേണ്ടി, ഞാൻ എന്ന വ്യക്തിനെ കെട്ടാൻ വേണ്ടി ആ 5-6 സംഘടന ഒരു മോഹൻലാലിനുമൊക്കെ ദിലീപിനെ സംരക്ഷിക്കാനുള്ള താല്പര്യം എന്തിനു വരണം? അവരെ സംബന്ധിച്ചിട്ട് അവരുടെ സംഘടന അവരുടെ സംഘടന ആവശ്യം. മമ്മൂട്ടിക്കോ മോഹൻലാലിനോ രക്ഷിക്കേണ്ട ആവശ്യമില്ല, മോഹൻലാലിന് പ്രത്യേകിച്ചും. അവിടെ സംഘടന വേണം. സംഘടന മമ്മൂട്ടിനെ കുറെ കാലത്തിന് ശേഷം മമ്മൂട്ടി ആ സംഘടന തിരിച്ചു വന്നതാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ സംഘടന പിളരുന്നുള്ള ഉറപ്പാണ്. ഇപ്പം ഇന്നലെ വൈകുന്നേരം 6:44 ഞാൻ ചോദിക്കുന്നത് ഇവിടെ താരാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? അവർ നിശ്ചയിക്കും ആര് സംവിധായകരാകണം, അവർ നിശ്ചയിക്കും ആര് നിർമ്മാതാക്കളാകണം, അവർ നിശ്ചയിക്കും ഏതൊക്കെ ജില്ലകളിലെ ഈ പറയുന്ന എന്താണ് അതിന് പറയുന്ന പകർപ്പവകാശം, അതല്ല ഈ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട വിതരണാവകാശം അവർ തീരുമാനിക്കും. എൻ്റെ പ്രതിഫലം ഇത്ര, എൻ്റെ വിതരണാവകാശം ഇത്ര ജില്ലകളിൽ, എൻ്റെ ആവശ്യങ്ങൾ ഇന്നത്, ഇന്ന നടിമാരൊക്കെ വരട്ടെ, ഇന്ന നടന്മാരൊക്കെ വരട്ടെ എന്ന് വെച്ചാൽ വെട്ടി നിരത്തുന്നുണ്ട് വേറെ കുറച്ച് ആളുകളെ. ഇങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനത്തിൻ്റെ പേരാണ് അമ്മ. അപ്പോൾ ദിലീപ് എന്ന ഒരൊറ്റ ദുഷിപ്പല്ല അവിടെ ഉണ്ടായിരുന്നത്. ദിലീപിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് ഇവർക്കൊക്കെ ഈ വലിയ കുറ്റത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ കൈകഴുകാൻ കഴിയുമോ? അവർ തന്നെ അങ്ങനെ പറയുന്നില്ല. കാരണം അവർ തന്നെ വലിയ വിഷമത്തോടെയാണ് ഇന്ന് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ശ്രീ ലിബർട്ടി ബഷീർ വേണു, അവർക്ക് അറിയില്ല. അവരുടെ സംഭവം നടന്നതിന്റെ പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ അറിയുന്ന അതേമാതിരി തന്നെ മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ ആൾക്കാർക്കും അറിയാം ഇത് ദിലീപാണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ അവർക്ക് പുറത്തു പറയുന്നില്ല. പിന്നെ വേണു ചോദിച്ച നേരത്തെ ചോദ്യത്തിന് മറുപടി അറിയാം. ഇന്ന് മലയാളം ഇൻഡസ്ട്രി മൊത്തം നിൽക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, തിയേറ്ററിന്റെ എല്ലാം അമ്മേന്റെ കയ്യിലുള്ളത്. ഇപ്പം നമ്മളെല്ലാം ഒരു കുറച്ച് തിയേറ്റേഴ്സ് മാത്രം. ഇപ്പോഴത്തെ ഈ സംഭവത്തിന് ശേഷം തിയേറ്റർ എന്ന് മാറിയിരിക്കും. ആ തിയേറ്റർ എല്ലാം അവരുടെ കയ്യിൽ ഒതുക്കി കിടക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഏതാനും 3-4 ഗുണഭോക്താവേ ഉള്ളൂ ശ്രീ ലിബർട്ടി ബഷീർ. അപ്പോ ഇവരെ എല്ലാം കൂട്ടിയിണക്കുന്ന താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിലേക്ക് ഒരാൾ പെട്ടുപോകുമ്പോൾ അത് മറ്റൊന്ന് തന്നെയാണ്, സമ്മതിക്കുന്നു. അവിടെ നിന്ന് മാത്രമേ ഇവർക്ക് ദിലീപിൽ നിന്ന് ഒരു വിച്ഛേദമുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം കൂടിക്കുഴഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ദിലീപ് കുറച്ച് എക്സ്ട്രീമായി പോയി മറ്റു പല കാര്യങ്ങൾ ചെയ്തതുപോലെ. അല്ല, ദിലീപ് വളരെ തീവ്രമായി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടത് മാത്രമല്ല, താങ്കളടക്കമുള്ളവരെ ഇല്ലാതാക്കുന്നതിൽ, മറ്റു പല ആളുകളുടെയും സിനിമകൾ പൊളിക്കുന്നതിൽ, മറ്റു പലരുടെയും താരപദവിയെ നിഷ്പ്രഭമാക്കുന്നതിൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് തീവ്രമായ നിലപാടുകളിലേക്ക് ദിലീപ് പോയിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് ദിലീപ് മാത്രമല്ല. സമ്മതിക്കുന്നുണ്ടോ ശ്രീ ലിബർട്ടി ബഷീർ? തീർച്ചയായിട്ടും വേണു പറഞ്ഞ 100% ശരിയാണ്. അവർക്ക് അതിന്റെ ഗുണഭോക്താവ് എല്ലാ തലപ്പത്ത് നിൽക്കുന്ന അമ്മയിൽ നിൽക്കുന്ന എല്ലാ തലപ്പത്തിലുള്ള ആർക്കും ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു ഉപകരണം ദിലീപായിരുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവരും അതിനെ ഉപകാരപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദിലീപിനെ മുമ്പിൽ വെച്ചിട്ട് ചിലപ്പോൾ ഇവർ കളിക്കുന്നുണ്ടാവും. ദിലീപിന്റെ കുറച്ചും കൂടി ദിലീപിന് നല്ല ബുദ്ധിയും കാര്യമുണ്ട്. ദിലീപ് ഇപ്പൊ ഇവർക്ക് ഉപദേശം കൊടുക്കുകയാണ് പല കാര്യങ്ങളിലും. ആ നിലക്കൊക്കെ അവർ പോയിക്കൊണ്ട് ദിലീപ് എന്ത് വന്നു ആ നിലക്കൊക്കെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ബാക്കി ഓരോ ആർട്ടിസ്റ്റിനും പോയിക്കൊണ്ടിരിക്കുന്നത്.
ശ്രീ ലിബർട്ടി ബഷീർ, ഒരു കാര്യം കൂടി ശ്രീ രാജ്മോഹൻ താൻ ചൂണ്ടിക്കാട്ടിയ വളരെ ഗുരുതരമായൊരു കാര്യമുണ്ട്. പോലീസ് എന്തായാലും ഈ കാര്യത്തിൽ ഗൂഢാലോചന എന്നത്